ഈ ദിവസങ്ങളിൽ ജോണിൻ്റെ ഗോസ്പിളാണ് നമ്മൾ കേൾക്കുന്നത്. ഇത്തിരി ടഫാണ് മനസ്സിലാക്കാൻ. ഇന്നത്തെ ഗോസ്പിൽ പറയുന്നത് ഇതാണ്: ഈശോ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്. സ്വർഗത്തിൽ നിന്ന് വന്ന ഒരാളെ ഉള്ളത് ഈശോയാണ്. ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ്. ദൈവത്തിൻ്റെ മുഴുവൻ അധികാരവും ആത്മാവും ഈശോയ്ക്കാണ് നൽകപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് സ്വർഗത്തിൽ കണ്ട കാര്യവും സ്വർഗത്തിൽ കേട്ട കാര്യവും ഈശോ ഈ ഭൂമിയിലൊന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് ആ സാക്ഷ്യം ആരും സ്വീകരിച്ചില്ലെന്നാണ് യോഹന്നാൻ എന്ന് പറയുന്നത്. സ്വർഗം കണ്ടവൻ്റെ സാക്ഷ്യം ആരും സ്വീകരിച്ചില്ല. ഇനി സ്വർഗം കണ്ട ഈശോ സ്വർഗത്തെക്കുറിച്ച് അങ്ങനെ പഠിപ്പിച്ചെന്ന് നോക്കിയേ. സ്വർഗത്തിലെ കാര്യങ്ങളല്ലേ ഈശോ പറഞ്ഞത്. ഈശോ ഭൂമിയിലെ കാര്യങ്ങൾ വെച്ചിട്ട് ഇതുപോലെയാണ് സ്വർഗം എന്ന് പഠിപ്പിച്ചത്. അടുക്കളയിൽ കുഴച്ച് വെച്ച മാവിനെ കാണിച്ചിട്ട് ഇതുപോലെയാണ് ട്ടാ ദൈവരാജ്യം. കടലേക്കെറിയപ്പെട്ട വല കാണിച്ചിട്ടാ ഇതുപോലെയാണ് ട്ടാ ദൈവരാജ്യം. ഒരു വിത്ത് ഭൂമി നടുമ്പോഴും പറയും ഇതുപോലെയാണ് ട്ടാ ദൈവരാജ്യം. അപ്പോൾ ഈ ഭൂമിയിലുള്ള സ്ഥിരം കാഴ്ചകൾ വെച്ചിട്ടാണ് ജനങ്ങൾക്ക് ഈശോ പറഞ്ഞു കൊടുത്തത് ഇതുപോലെയാണ് സ്വർഗത്തിലെന്ന്. സ്വർഗം കണ്ടവരാണ് അങ്ങനെ പഠിപ്പിച്ചത്. പക്ഷെ സ്വർഗം ഒരിക്കലും കാണാത്ത ചില മനുഷ്യർ അവരെങ്ങനെയാണ് സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്? നേരിട്ട് കണ്ട പോലെ അവരങ്ങ് പഠിപ്പിക്കുകയാണ്. അവരതിനെക്കുറിച്ച് എഴുതി വെക്കുകയാണ്. എന്നിട്ട് അത് കേൾക്കാൻ കുറേ പേര് അതിൻ്റെ പുറകെ പോവാണ്. സ്വർഗം കണ്ടവൻ പോലും അങ്ങനെ ചെയ്തിട്ടില്ല. അവിടെയാണ് സ്വർഗം കാണാതെ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. എന്നാൽ ഈ ഭൂമി പോലും ചുറ്റി കണ്ടിട്ടില്ല. ഭൂമിയെപ്പോലും അറിയാത്ത മനുഷ്യർ സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. ഇത് മിസ്റ്റേക്സാണ്. ഞാൻ പറയുന്നത് സഭയിൽ മിസ്റ്റേക്സിനെ കുറിച്ചല്ല. പെട്ടെന്നൊരു നാളിങ്ങനെ വചനം പഠിച്ച് എഴുന്നേറ്റ് വന്ന് ആത്മാവിനെ ഹൈജാക്ക് ചെയ്തിട്ട് പഠിപ്പിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ. മിസ്റ്റേക്സ്. ബിവെയർ ഓഫ് ദ മിസ്റ്റേക്സ് ഇൻ ദ ചേർച്ച്.